ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ട്രിഗ്നോമെട്രിയിലെ സെക്ഷൻ 2 ആണ് പറയാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താണ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യും, അതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കും. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നോക്കും. ഓക്കെ, അപ്പം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏത് മീൻസിലാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള ഇനിയുള്ള ഓരോ സെക്ഷനും മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സെക്ഷൻ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഒരാളെ ബേസിസിലാണ്. ആരതാണത്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ബേസിക്കലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമ്മളെ ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ട്രയാങ്കിളിൽ എനിക്കിഷ്ടമുള്ള 90 ഡിഗ്രി അല്ലാത്ത ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യാം. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, ഞാനിവിടെ ഇതെടുക്കുകയാണ്. കോമൺലി നമ്മൾ അതിനെ തീറ്റ എന്ന് മെൻഷൻ ചെയ്യും. ഒന്നുകിൽ തീറ്റ, അല്ലെങ്കിൽ ചില ആൾക്കാർ ക്യാപിറ്റൽ എ വിളിക്കും, ക്യാപിറ്റൽ ബി വിളിക്കും, ക്യാപിറ്റൽ സി വിളിക്കും, ഏത് ലെറ്റർ വേണമെങ്കിലും വിളിക്കും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വിളിക്കാം. ഞാനിവിടെ തീറ്റ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം ഇത് തീറ്റ, ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഈ സൈഡാണ് അല്ലേ? ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതാണ്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിച്ചു. ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഇതിന് തൊട്ടടുത്തുള്ള സൈഡ് ഏതാ? തൊട്ടടുത്തുള്ള സൈഡ് ഇതാണ് അല്ലേ? തീറ്റയുടെ തൊട്ടടുത്തുള്ള സൈഡ് ഇതാണ്. അപ്പോൾ ഇതിന് ഞാൻ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്നാണ് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്. ഇനി ഇതിൽ ഏറ്റവും നീളം കൂടിയ ഈ ഒരു സൈഡ് അല്ലെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ്, ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഈ 3 സൈഡും മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ സെലക്ട് ചെയ്തു. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്? അതിനെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിച്ചു. ഇതിൻ്റെ തൊട്ടടുത്തുള്ള വശം അഡ്ജസൻറ്റ് സൈഡ്. ഇനി ഏറ്റവും നീളം കൂടിയ വശം, ആ ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ വശം ഹൈപ്പോട്ന്യൂസ്, മലയാളത്തിൽ അതിനെ കർണം എന്ന് പറയും. ഓക്കെ, ഈ 3 സൈഡും മനസ്സിലായെങ്കിൽ നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇവിടെ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒന്നാമത്തെ ആളാണ് ആര്? സൈൻ തീറ്റ. ഈ തീറ്റ ഇതാണ് കേട്ടോ. ഈ ആംഗിൾ എത്രയാണോ അതിനെക്കുറിച്ചാണ് അത് വെച്ചിട്ടാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ന്യൂസിൻ്റെ നീളം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ന്യൂസിൻ്റെ നീളം. ഇനി എന്താണ് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ന്യൂസ്. ഇനി മൂന്നാമത്തെ ആളാരാണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് ആരാണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം. ഓക്കെ, ഇത് മൂന്നുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു 3 ഫംഗ്ഷൻസും കൂടെ ഉണ്ട്. കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. ഓക്കെ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ നേർ ഓപ്പോസിറ്റ്, അതായത് ഹൈപ്പോട്ന്യൂസിൻ്റെ നീളം ബൈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം. ഓക്കെ, സീക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ നേർ ഓപ്പോസിറ്റ്, ഹൈപ്പോട്ന്യൂസിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം. ആൻഡ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം ബൈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം. ഈ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എങ്ങനെയാണ്, അതായത് എങ്ങനെ വന്നു, എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കൊസിക് തീറ്റ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, സീക് തീറ്റ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇത് 6 പഠിച്ചെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ടും നല്ല രീതിക്ക് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഈ ഭാഗത്ത് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/13 ഫൈൻഡ് ഓൾ അതർ ടി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ചുരുക്കമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ എക്സാമിന് വരിക. ഇനി അതല്ല, ചിലപ്പോൾ ഇങ്ങനെ തരും. എന്ത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/13 ഫൈൻഡ് ഏതെങ്കിലും 2 എണ്ണം, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. അപ്പോൾ എല്ലാം കാണണ്ട, എന്ത് കണ്ടാൽ മതി? ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആ ഒരു 2-3 എണ്ണം മാത്രം കണ്ടാൽ മതി. ഇവിടെ എല്ലാം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കണ്ടുപിടിച്ചാൽ തന്നെ, ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്ന് തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നത് എന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/13. അപ്പോൾ അത് എഴുതുക.
സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 5/13 എന്ന് എഴുതി. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ സൈൻ തീറ്റയുടെ ഡെഫിനേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് നമ്മുടെ സൈൻ തീറ്റയുടെ ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ എന്ത് ചെയ്യുക? തന്ന കാര്യം സൈൻ തീറ്റ 5/13 ഞാൻ തന്നിട്ടുണ്ട്. ഇനി സൈൻ തീറ്റയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഇത് എഴുതി വെക്കുക. ഈ ഒരു ലൈന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കുക. അത് നിർബന്ധമായിട്ട് ചെയ്യണം. എന്നിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക, തീറ്റ. ഓക്കെ, ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് എന്താണ് തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട് അല്ലേ? 5/13 ആണ് സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ട്ന്യൂസ് ആണ് സൈൻ തീറ്റ നമുക്കറിയാം. സോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. ആ 5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 13 കണ്ടു. ഇനി അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയോ? ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പോൾ നമുക്കതിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും ഫസ്റ്റ് ആയിട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, ഇതിൽ നിന്ന് നമുക്ക് അറിയാത്ത ഒരു അഡ്ജസൻറ്റ് സൈഡിനെ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ് ഏതാണ്? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു അറിയാത്ത സൈഡ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് പൈത്തഗോറസ് തിയറം പറയുന്നത്? ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അതൊരു തിയറമാണ്. നമ്മുടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിന്റെ സൈഡ്സിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു തിയറമാണ്. ഓക്കെ, ആ തിയറം പറയുന്ന റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതാണ് ബേസ്. ഓക്കെ, പാദം. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ്, ഉയരം. ലംബം എന്ന് പറയും മലയാളത്തിൽ. ലംബം സ്ക്വയർ അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതൊക്കെ അതിന് പറയുന്ന വാക്കുകളാണ്. ഇതാണ് നമ്മുടെ പൈത്തഗോറസ് തിയറം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാൽക്കുലേഷൻ ചെയ്യുക. ഇവിടുത്തെ ഹൈപ്പോട്ട്ന്യൂസ് എന്താണ്? 13 ആണ്. സോ 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എന്താ? ബേസ് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ബി എന്ന് എഴുതാം. ബി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് തന്നത് 5 ആണ്. 5 സ്ക്വയർ. 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു 169 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ അറിഞ്ഞുകൂടാ പ്ലസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് 25. ഇനി നമുക്ക് അറിയാത്തതിന് ഒരു സൈഡിൽ നിർത്തിയിട്ട് അറിയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, 169 ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള നമ്പർ പ്ലസ് 25 ആണ്. അതിന് പ്രത്യേകം കൊണ്ടുപോകുമ്പോൾ -25 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ. ഓക്കെ, 169 - 25 ചെയ്താൽ നമുക്ക് കിട്ടുക 144 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണെന്ന് കിട്ടി. ഇനി ബി എന്തായിരിക്കും? അപ്പോൾ ബി എന്ന് പറയുന്നത് ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് ആവില്ലേ? അപ്പോൾ √144 ദാറ്റ് ഈസ് 12. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൻ്റെ നീളം എന്താണെന്ന് കിട്ടി? 12 ആണെന്ന് കിട്ടി. 12. ഓക്കെ, ഈ ഒരു സൈഡിൻ്റെ നീളം 12 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടി. ഇനി 3 സൈഡും കിട്ടിയാൽ നമുക്ക് സൈൻ തീറ്റ തന്നിട്ടുണ്ട്. കോസ് തീറ്റ എന്തായിരുന്നു? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് നമ്മൾ നേരത്തെ എഴുതിയ ഡെഫിനേഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ കിട്ടിയത് 12 ആണ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് 13. ഓക്കെ, ഇനി ടാൻ തീറ്റ എന്താ വരിക? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഈ ഒരു ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ് വന്നത് 5ഉം അഡ്ജസൻറ്റ് സൈഡ് വന്നത് 12. അപ്പോൾ 5/12 ആണ് ടാൻ തീറ്റ. സൈന്, കോസ്, ടാൻ. ഇനി ഏതാ? കൊസീക്ക് അല്ലേ? കൊസീക്ക് തീറ്റ എന്താ വരുന്നത്? കൊസീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? കൊസീക്ക് ഹൈപ്പോട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ട്ന്യൂസ് വന്നത് 13/5. ഓക്കെ, ഇനി സീക്ക് തീറ്റ എന്താ വന്നത്? സീക്ക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓക്കെ, അപ്പം 13 അഡ്ജസൻറ്റ് സൈഡ് വന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 12. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ കോട്ട് തീറ്റ. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ വരിക? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. അതെന്ന് പറയുന്നത് 12/5. ഓക്കെ, അപ്പം നമ്മളിവിടെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടുപിടിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾ ടി ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ നമുക്ക് കോസും ടാനും മാത്രമേ തരുള്ളൂ. ഇതൊന്നും കണ്ടുപിടിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഈ കോസും ടാനും മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഏത് തന്നാലും നമ്മൾ ഈ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ 2 സൈഡ് തന്നിട്ടുണ്ടാവും. 3ാമത്തെ സൈഡ് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഈ ഒരു സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിക്കാതെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് സെഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കി ചെയ്ത് നോക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇതെന്താണ് എന്നുള്ള ഈ ഒരു ഡെഫിനിഷൻ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.